കുറച്ചു നേരമായി കാത്തിരിക്കുന്ന രണ്ടുപേർ അവിടെയുണ്ട്. പൂർണിമ അല്ലെ, BJP സ്ഥാനാർത്ഥിയാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആണല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട്? രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആവേണ്ടതാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യം ക്ലൈമറ്റ് നോക്കൂ, നല്ല മഴയാ. ഇന്നലെ തൊട്ടിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പുലർച്ചെയുള്ളൊരു മഴയാണ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മളെന്തായാലും ഉഷാറാണ്. മഴയായാലും വെയിലായാലും ഉഷാറാണ്. എവിടെയാണ് മത്സരിക്കുന്ന, ഏത് ഡിവിഷൻ? ഞാന് തേക്കിൻകാട്, നമ്മുടെ നഗരഹൃദയത്തിലെ. അതെ അതെ, നിൽക്കുന്ന വാർഡാണ് തേക്കിൻകാട്. അപ്പൊ എത്ര കണ്ട് പ്രതീക്ഷയുണ്ട്? BJPക്ക് കഴിഞ്ഞ കുറി കാര്യമായൊന്നും സീറ്റുകളൊന്നും കിട്ടിയിരുന്നില്ല, 6 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കുറി സീറ്റ് എണ്ണം കൂട്ടാൻ കഴിയും. ഇപ്പോ MP സ്ഥാനം പിടിച്ചതുപോലെ, പാർലമെന്റ് സീറ്റ് പിടിച്ചതുപോലെ കോർപ്പറേഷന് പിടിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണോ? തീർച്ചയായിട്ടും. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് സുരേഷ് ഏട്ടൻ ജയിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ പ്രചരണം അല്ലേ. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി സുരേഷ് ഏട്ടനെ ജയിപ്പിച്ചു ഇവിടുത്തെ തൃശ്ശൂർ ജനങ്ങൾ. അതേപോലെ തന്നെ തൃശ്ശൂർ ജനങ്ങൾ ഇവിടെ കോർപ്പറേഷനും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് കാരണം കൊണ്ട് തീർച്ചയായും ഞങ്ങൾ SG ഫാക്ടർ ഇപ്പോഴും ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാനും സഹായിക്കും എന്നാണോ? പിന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. ഫാക്ടർ ഇപ്പോഴും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കറിയാം. എന്താ, നമ്മളിവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, 1.5 കൊല്ലായി സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി MP എന്ത് ചെയ്തു തൃശ്ശൂരിന് എന്ന് ചോദിക്കുമ്പോൾ ആർക്കും മറുപടിയില്ല. പക്ഷെ കാരണം ഞങ്ങൾക്കറിയാം. കാരണം തൃശ്ശൂർ കോർപ്പറേഷനിൽ പല വികസന പ്രവർത്തനങ്ങളുടെയും പ്രൊജക്റ്റുകൾ കൊടുത്തിട്ട് കൗൺസിൽ അംഗീകാരം വരെ ലഭിക്കാതെ എടുത്തു വെച്ച് മാറ്റിവെച്ചിട്ടുള്ള ഫയലുകളാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ള ഒരു സാഹചര്യത്തിൽ BJP ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചേ മതിയാവും. അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഈ MP ആയതിനു ശേഷം ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും, ഇപ്പോൾ വോട്ടർ പട്ടിക ക്രമക്കേടിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരം സുരേഷ് ഗോപി ആദ്യമായി ഒരു MP ആയി വന്നതിന് ശേഷവും അദ്ദേഹം പലതരത്തിൽ വിമർശിക്കപ്പെടുന്നത് കാണുമ്പോൾ എന്ത് തോന്നിയിരുന്നു? പലരുടെയും ഓരോരുത്തരുടെയും ഓരോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഒക്കെ ആണല്ലോ. അപ്പൊ അതിലിപ്പോ സത്യം എന്താന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പൊ അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടാതെ ഒന്നും തെളിയിക്കപ്പെട്ടില്ലല്ലോ, ഈ വോട്ടർ പട്ടികയുടെ ക്രമക്കേടുകളൊന്നും തെളിയിക്കപ്പെട്ടില്ലല്ലോ. അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു.